ഈ നെക്ക് ബാൻഡിന് 799 രൂപയാണ്. കോസ്റ്ററിന്റെ Mateband LE01 എന്നാണ് മോഡൽ നമ്പർ. 120 മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ്. അതായത് 799 രൂപയുടെ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന ഒരു സാധനം, ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ്. കോസ്റ്റർ എന്ന ബ്രാൻഡ് വളരെ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ബാക്കപ്പ് തരുന്ന ഒരു പ്രോഡക്റ്റ് വേണമെന്നുള്ള ലെവലിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കോസ്റ്ററിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. കുറച്ച് ബൾക്കിയാണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അതിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബൾക്കി ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഭയങ്കര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യണില്ല. മാഗ്നറ്റിക് ആയിട്ടുള്ള ഇയർ പീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കാതിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ ഒരു സിലിക്കൺ സുന കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ മാഗ്നറ്റിക് ടിപ്പ് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് പോസ് ആവുകയും നിങ്ങൾ അത് റിലീസ് ചെയ്ത് കാതിലേക്ക് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പാട്ട് പ്ലേ ആവുകയും ചെയ്യും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 10 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടും. ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. ടോട്ടൽ ആയിട്ടുള്ള പ്ലേ ബാക്ക് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ 120 മണിക്കൂർ. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്, കോസ്റ്റർ എന്ന ബ്രാൻഡ് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ അകത്ത് ഹെക്സ എനർജി എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ടോട്ടൽ ബാറ്ററീൻ്റെ കപ്പാസിറ്റിയുടെ 30% കൂട്ടുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ LE എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലോങ് എൻഡറൻസ് എന്നാണ് കോസ്റ്റർ പറയുന്നത്. ഭയങ്കരമായിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ളതും ഒരുപാട് സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡാണ് അവർ ബേസിക്കലി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിയിരിക്കുന്ന സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാം. നമ്മൾ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലേറ്റൻസി നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മളിപ്പോൾ പാട്ട് പ്ലേ ചെയ്താൽ ഉടനെ സഡൻ ആയിട്ട് നമ്മുടെ ഇയർബഡ്സിൽ കേൾക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല വോളിയം ലെവൽ ഉണ്ട്. അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വോക്കൽസ് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ചെറിയൊരു ഡിലേ ഉണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. നമ്മൾ 2-3 ഗെയിമുകൾ ട്രൈ ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം, ഇതിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ വോയിസ് കോൾ, അതായത് നിങ്ങൾ കൂടുതലായിട്ട് പാട്ടൊന്നും കേൾക്കുന്നില്ല, ഒരുപാട് സംസാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ചാർജ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ നെക്ക് ബാൻഡ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാനും പറ്റും. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ പ്രൈസ് 799 രൂപ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു നിരക്കാണ്. അതിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു കോസ്റ്ററിൻ്റെ Mateband LE01 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തരുന്നത്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിലാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പെട്ടി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഇതിൻ്റെ കുറച്ച് കൺട്രോൾസ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ഇയർ പീസിൻ്റെ അവിടെയായിട്ട് നമുക്ക് പവർ ബട്ടൺ, അതുപോലെ തന്നെ കോൾ എൻഡ് ആൻഡ് കോൾ എടുക്കുന്ന ബട്ടൺ, വോളിയം റോക്കർ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുട്ടിലായിട്ട് ഒരു Type-C ചാർജിങ് പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം ചാർജ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ഈക്വലൈസിങ് മോഡിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബേസ് കൂടിയ മോഡ്, ബേസ് കുറഞ്ഞ മോഡ്, കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള മോഡ്, അങ്ങനെ പല ഈക്വലൈസർ മോഡിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ഉപയോഗിച്ചത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡ്യൂറബിൾ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പക്ക ചോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.